ആദ്യത്തെ നമ്മൾ പോടി പെണ്ണെ ഇറങ്ങി. അപ്പം ഞാനും കുറച്ച് വീട്ടുകാരൊന്നായിട്ട് അത്ര കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായില്ല, ഭയങ്കര ഗ്യാപ്പ് ഉണ്ടായി. ഇപ്പം എല്ലാം ബെറ്ററായി, അടിപൊളിയാണ്. അപ്പം അന്ന് ഞാനപ്പം ഓക്കെ ആദ്യമായിട്ട് നമ്മൾ പാട്ടൊക്കെ കുറച്ച് വൈറലായി. അപ്പം ഞാനിങ്ങനെ പാട്ടൊക്കെ ചെയ്ത് അപ്പോൾ ആദ്യമായിട്ട് അച്ഛനെ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണാൻ പോവാണ്. അപ്പം അച്ഛനോട് നമ്മളെന്തോ ചെയ്തല്ലോ, കുറച്ച് പാട്ടൊക്കെ അന്നേരം വൈറലായി ഒക്കെ ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അപ്പം പാട്ട് കേൾപ്പിച്ചു. അപ്പം അച്ഛാ നമ്മൾ ഇറക്കിയ പാട്ടാണ്, കേട്ട് നോക്കൂ, ഭയങ്കര ഹിറ്റാണ്, നമ്മളെ കുറിച്ച് ഇൻ്റർവ്യൂ വനിതയിലൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛനിങ്ങനെ ഓക്കെ പൊടിപെണ്ണിൻ്റെ മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ കേൾപ്പിച്ചു. അപ്പം അച്ഛനിങ്ങനെ മൊത്തം കേട്ട് പൊടി പെണ്ണെ എടാ നീ പോയി വല്ല മറ്റേ മാപ്പിളപ്പാട്ട് വല്ലതും ഉണ്ടാക്ക്, അതാണ് വല്ല കാസറ്റും വിറ്റിട്ട് എനിക്ക് ആരെങ്കിലും കാസറ്റും വാങ്ങും, എന്തെങ്കിലും ഈ പൊടി പെണ്ണൊന്നും പാടിയിട്ടൊന്നും ആരും കേൾക്കാൻ, ഇതൊന്നും ഫൈനാൻഷ്യലി വയബിൾ അല്ല എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലൊരു സാധനമൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതൊരു രസം. പിന്നെ അതിൻ്റെ വേറെ ഞാൻ വേണേൽ അച്ഛനെ ഞാൻ വെറുതെ ഒരു പൊക്കാനല്ല, ഇപ്പം നടക്കുന്ന ഇപ്പോഴത്തെ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ആൻഡ് ഇലക്ട്രോണിക്ക ഹിപ്പ് ഹോപ്പ് മിക്സ് ചെയ്തിട്ട് ഇപ്പം അത് ഏറ്റവും വലിയ ഹാപ്പനിങ് ജോണറായിട്ട് നിൽക്കുകയാണ്. അപ്പം അച്ഛൻ അന്ന കാലത്ത് 2012 പറഞ്ഞു എടാ അങ്ങനെ എന്തെങ്കിലും സാധനം ചെയ്യുമെന്ന് പറഞ്ഞേ സംഭവം. അച്ഛാ കൊള്ളാം.